തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. എന്തിനാ വണ്ടി എടുത്താൻ പറഞ്ഞത്? നീല ഭയങ്കര ജോളിയായിട്ടാണല്ലോ ഇരിക്കണത്. അങ്ങനെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. ഇവൾ എവിടെയെങ്കിലും അങ്ങ് തട്ടിയാലോ? ഞാനും അച്ഛനും ദേവ്യാനി അച്ഛമ്മയും മാത്രം ഏർക്കാട് പോവാൻ പാടുള്ളൂ. അതിന് എന്താ ഇപ്പൊ ചെയ്യാ? നിന്നോടാ ഞാൻ ചോദിക്കുന്നേ. അച്ഛാ എന്താടാ വിശക്കുന്ന അച്ഛാ? എന്താടാ വിശക്കുന്നു? നിനക്ക് വിശക്കുന്ന് അറിഞ്ഞിട്ട് ഞാൻ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, പുറകിലുണ്ട്, എടുത്തുതരാം. അയ്യോ, അച്ഛമ്മക്ക് എന്റെ പ്ലാൻ അറിയാതെ ബിസ്ക്കറ്റ് എടുത്തു തരുവാണല്ലോ. എനിക്ക് ബിസ്ക്കറ്റ് ഒന്നും വേണ്ട. വേണ്ടെന്നു? എനിക്ക് ദോശയാ വേണ്ടത്. അമ്മേ, കവിനെ ആഗ്രഹിച്ചല്ലേ, അതിനെ വാങ്ങിച്ചു കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഇതേ മുഖം ഇങ്ങനെ ഈർപ്പിച്ചു കൊണ്ടു നടക്കും. എന്നാടാ ഞാൻ പറഞ്ഞ ശരിയല്ലേ? അതെ അച്ഛാ, കറക്റ്റ് അച്ഛൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കര വിശപ്പാ. അങ്കിൾ, അതല്ലേ കവിൻ ഹോട്ടലിന്റെ മുന്നിൽ തന്നെ കാറ് നിർത്താൻ പറഞ്ഞത്? ആ, അത് ശരിയാണല്ലോ. നിന്നെ തട്ടിക്കളയാൻ പറ്റിയ സ്ഥലം ഇത്. ശരി, എന്നാ നമുക്ക് എല്ലാവർക്കും ഇറങ്ങാം. ശരി, ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. നിങ്ങളെല്ലാം അകത്തോട്ട് കയറിക്കോ. ആ ശരി വിക്രം, വന്നില്ല. നിലവാ. ഹായ്, ഞാൻ മുത്തശ്ശിയുടെ അടുത്തിരിക്കാം. നൂഡിൽസ് കഴിക്കുന്ന? ബ്രെഡ് ഓംലെറ്റ്? വേറെന്താ വേണ്ടേ? കവിൻ കഴിക്കാൻ എന്താ വേണ്ടേ? കവിനെ കഴിക്കാൻ എന്താ വേണ്ടത്? എനിക്ക് ദോശ. എനിക്കും ദോശ മതി. ഓ, എനിക്കും ദോശ, ഇവൾക്കും ദോശ. നിന്റെ അവസാനത്തെ ദോശയടി. നിന്നെ ഞാനിവിടെ നേർക്കാട് കൊണ്ടുപോവില്ല. ശരി, ദോശ എല്ലാവർക്കും കൊണ്ടുവാ. ശരി, ഓക്കെ. എന്താടാ നീ എന്തെങ്കിലും പ്രവൃത്തിക്കൊണ്ടിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ലല്ലോ. ദോശ ഇതാ. നിക്ക് നിക്ക് നിക്ക്. എന്താടാ ദോശ തന്നെ ഇങ്ങനെ കണ്ണു തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്? വിക്രം, ഒരുപക്ഷെ നീ ഇവന് വാരിക്കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഊട്ടി കൊടുക്ക്. അച്ഛമ്മേ, നമ്മള് ഊട്ടിയിലേക്കല്ല പോന്നെ, ഏർക്കാട് പോവാ. ഞാൻ എന്ത് ചൊക്കാറിന് ഇത്രയും ചിരിക്കാൻ വേണ്ടിട്ട്? ചിരിച്ചെല്ലാവരും മയക്കോളൂ. എന്താടാ ഞാൻ വരുത്തരണോ? വേണ്ട വേണ്ട, ഞാൻ എന്ത് കൊച്ചുകുട്ടിയാണോ വരുത്തരാൻ? എനിക്കും കൈയൊക്കെ ഉണ്ട്, ഞാൻ ഒറ്റക്ക് കഴിച്ചോളാം. ശരി, കഴിച്ചോ കഴിച്ചോ. എങ്ങനെ അവളിവിടെ കളയുക? ഇവൾ ഏർക്കാട് വരാൻ പാടില്ല. എന്താടാ തുറച്ചു നോക്കുന്നേ? കഴിക്കടാ, ദോശ തണുത്തു പോവില്ലേ? പിന്നെ കഴിക്കാൻ ഒരു രസം ഉണ്ടാവില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ശരിയച്ചാ, കഴിച്ചോളാം. ഓ ഓ ശരി. പറയടാ ചേട്ടാ, ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഞങ്ങൾ ആരും അറിയാതെയാ ആ പെൺകൊച്ചിനെ അവളുടെ വീട്ടിൽ നിന്ന് പൊക്കിയത്. വരുന്ന വഴിക്ക് പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു ചേട്ടാ. പിടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ആ പെൺകൊച്ചിനെ അവിടെ ഇട്ടിട്ട് രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോഴും ആരുടെയും കണ്ണിപ്പെടാതിരിക്കാൻ വേണ്ടി ബൈപ്പാസിനടുത്തുള്ള ഒരു ഹോട്ടലിനകത്തിരിക്കുക ഞങ്ങള്. ഇത് പറയാൻ നിനക്ക് നാണമില്ലേടാ? പോലീസ് ചെക്കിംഗ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കൊച്ചുമായിട്ട് രക്ഷപ്പെടാൻ നോക്കണമായിരുന്നു. അത് ചെയ്യാതെ തട്ടിയെടുത്ത പെങ്കൊച്ചിനെ അവിടെ ഇട്ടിട്ട് നീ മാറിക്കളഞ്ഞോ? നാണമില്ലല്ലോടാ. എന്നിട്ട് എന്നെ ഫോൺ വിളിച്ച് കളിയാക്കണോടാ നീ? 8 പെൺകുട്ടികളെ ഇന്ന് രാത്രി തന്നെ മുംബൈയിലേക്ക് പാഴ്സൽ ചെയ്തില്ലെങ്കിൽ ഞാനും അവനായിട്ടുള്ള ബിസിനസ് ഡീല് തന്നെ ഇല്ലാണ്ടാവും. 7 പെൺകുട്ടികൾ റെഡിയാണ്. ഇനി ഒരൊറ്റ പെൺകുട്ടി മതി. അതിനെ എങ്ങനെയെങ്കിലും പൊക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ നിന്നെയൊക്കെ ഞാനങ്ങ് തീർത്ത് കളഞ്ഞേക്കും. ചേട്ടാ, അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് കുറച്ച് സമയം താ. ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനെ കിട്ടാതിരിക്കില്ല, അന്നേരം ഞാൻ പൊക്കിക്കൊള്ളാം. അത് ചെയ്ത് കാണിക്കേ.